നമസ്കാരം. കൂട്ടിക്കൽ എന്ന് പറയുന്നത് ഇടുക്കി, കോട്ടയം ജില്ലകളുടെ അതിർത്തി പ്രദേശത്തുള്ള ഒരു ചെറിയ മലയോര ഗ്രാമമാണ്. കൂട്ടിക്കലിൻ്റെ രണ്ടു വശത്തും വലിയ മലനിരകളാണ്. രണ്ട് മലനിരകൾക്കിടയിലുള്ള ഒരു ചെറിയ പട്ടണം എന്ന് പേര് പറയുന്നത് തെറ്റാണ്. കുറച്ച് കടകളൊക്കെയുള്ള ഒരു വലിയ ഗ്രാമം എന്ന് വേണമെങ്കിൽ പറയാം. കൂട്ടിക്കലിൻ്റെ അപ്പുറത്ത് ഇളംകാട് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, ഏന്തയാറ് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ഈ ഇളങ്കാടും ഏന്തയാറും ഒക്കെ ചേർന്ന് ഒരു വശം മുഴുവൻ മലനിരകളാണ്. മറുവശത്തെ വാഗമൺ മലയുടെ, അതായത് പൂഞ്ഞാറിൻ്റെയൊക്കെ മറുഭാഗമാണ്. പൂഞ്ഞാറും അടിവാരവും വാഗമണും ഒക്കെ ഉൾപ്പെടുന്ന ഒരു സ്ഥലം. ചോലത്തടം വഴി അങ്ങോട്ട് പോവാം. ഈ കൂട്ടിക്കലിൽ നിന്നും ചോലത്തടത്തിന് പോകുന്ന വഴിയിൽ കാവാലി എന്ന് പറയുന്ന സ്ഥലത്താണ് ഏറ്റവും വലിയ ദുരന്തം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഈ ചോലത്തടത്തേക്ക് പോകാൻ മുണ്ടക്കയത്തു നിന്ന് നേരിട്ടൊരു വഴിയുണ്ട്. അല്ലാതെ കൂട്ടിക്കൽ എന്ന് പറയുന്ന ചെറിയ ടൗണിൽ ചെന്നിട്ട് ചോലത്തടത്തിന് പോകുന്നൊരു വഴിയുണ്ട്. ചോലത്തടം എന്ന് പറയുന്നത് അറിയപ്പെടുന്ന ഒരു സ്ഥലമൊന്നുമല്ല, ഒരു മലയുടെ മുകൾ ഭാഗമാണ്. ആ ചോലത്തടത്തു നിന്നാണ് പൂഞ്ഞാറിലേക്ക് ഇറങ്ങുന്നത്. അതായത് മുണ്ടക്കയത്തിനും പൂഞ്ഞാറിനും ഇടയിലുള്ള ഒരു മലനിര പ്രദേശമാണ് ചോലത്തടം. ഈ ചോലത്തടത്തേക്കുള്ള വഴിയിലാണ് ഈ കാവാലി എന്ന് പറയുന്ന സ്ഥലം. ഈ കാവാലിയിൽ താമസിക്കുന്ന ഒരു സാധാരണക്കാരനായ മനുഷ്യനാണ് ഈ ചിത്രത്തിൽ കാണുന്ന നീല ഷർട്ടിട്ട മാർട്ടിൻ്റെ അമ്മ ഈ ചിത്രത്തിലില്ല. മാർട്ടിൻ്റെ അമ്മയുടെ പേര് അന്നക്കുട്ടി എന്നാണ്. മാർട്ടിൻ്റെ ഭാര്യയുടെ പേര് സിനി എന്നാണ്. നിഷ്കളങ്കമായി പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് ഈ മൂന്ന് കുട്ടികൾ മാർട്ടിൻ്റെയും സിനിയുടെയും മക്കളാണ്. ഈ 6 പേരും, ഈ ചിത്രത്തിലില്ലാത്ത അന്നക്കുട്ടിയും മാർട്ടിനും സിനിയും 3 മക്കളും ഒഴുകിപ്പോയി. ഒട്ടലാങ്കൽ എന്നാണ് വീട്ടുപേര്. 3 കുട്ടികളാണുള്ളത്. 9ലും 7ലും 4ലും പഠിക്കുന്ന 3 കുട്ടികൾ. സ്നേഹ, സോന, സാന്ദ്ര എന്നിങ്ങനെയാണ് ഈ കുട്ടികളുടെ പേര്. സ്നേഹ, സോന, സാന്ദ്ര. ഈ 3 കുട്ടികളും സിനിയും മാർട്ടിനും അമ്മ അന്നക്കുട്ടിയുമാണ് ഇന്ന് ആ വലിയ മലവെള്ളപ്പാച്ചിലിൽ ഒഴുകിപ്പോയത്. എങ്ങനെയാണ് ഇവർ അപകടത്തിൽപ്പെട്ടത് എന്ന് അന്വേഷിച്ചു. ഒരു മലനിരയിലാണ് ഇവരുടെ താമസം. അതിൻ്റെ മുകളിൽ നിന്നും വലിയ തോതിൽ മണ്ണും വെള്ളവും എത്തുകയാണ്. അതിനപ്പുറത്ത് എവിടെയോ ഉരുൾപൊട്ടി ഈ വീടിൻ്റെ പുറകിലേക്ക് വരുന്നു. ആ വീടോടുകൂടി ഒലിച്ചു പോവുകയാണ്. 6 പേരും ഈ സമയത്ത് വീട്ടിലുണ്ടായിരുന്നു. 6 പേരെയും കാണാതായി. അവർ മരിച്ചു പോയിരിക്കുന്നു എന്നാണ് നിഗമനം. അവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടില്ല. ഇത് നേരെ പോകുന്നത് താളുങ്കൽ പുഴയിലേക്കാണ് പോകുന്നത്. താളുങ്കൽ പുഴ എന്ന് പറയുന്നത് ചെറിയൊരു പുഴയാണ്. അത് പിന്നെ കൂട്ടിക്കൽ പുഴയിൽ ചെന്ന് ചേരുന്നു. കൂട്ടിക്കൽ പുഴ കൂട്ടിക്കൽ ടൗണിലൂടെ തന്നെ കടന്നു പോകുന്നതാണ്. കൂട്ടിക്കൽ വലിയ തോതിൽ വെള്ളപ്പൊക്കമുണ്ടായിരിക്കുന്നു. ആ കൂട്ടിക്കൽ പുഴയിൽ നിന്നും ഇത് നേരെ മണിമലയാറ്റിലേക്ക് പോകുന്നു. ഈ മൃതദേഹങ്ങൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് നാട്ടുകാർ. കളക്ടർ പട്ടാളത്തിൻ്റെ സഹായം തേടിയിട്ടുണ്ട്. എയർ ലിഫ്റ്റിങ്ങിലൂടെ മാത്രമേ അവിടെ കുടുങ്ങിയവരെ രക്ഷിക്കാൻ സാധിക്കൂ എന്നാണ് കരുതുന്നത്. ഒരുപാട് സ്വപ്നങ്ങളുള്ള ഒരു കുടുംബം അതേപടി ഒലിച്ചു പോയിരിക്കുന്നു. കാഞ്ഞിരപ്പള്ളിയിൽ സിമെൻറ്റും കമ്പിയും ഒക്കെ വിൽക്കുന്ന കമ്പനിയിൽ ഒരു ചെറിയ ജോലി ഉണ്ടായിരുന്നു മാർട്ടിൻ്റെ പിതാവ് 3 വർഷം മുൻപ് മരിച്ചുപോയി. മാർട്ടിൻ്റെ കുടുംബത്തിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം കാലം മാർട്ടിൻ്റെ കുടുംബത്തിൽ അധികമാരും ബാക്കിയില്ല. ആ കുടുംബത്തിൽ എല്ലാവരും ഒരുമിച്ച് പോയിരിക്കുന്നു. ബാക്കി ബന്ധുക്കളും വളരെ കുറവാണ്. വളരെ സാധാരണമായ ഒരു ജീവിതം നയിക്കുന്ന ഒരു സാധാരണക്കാരനായ നാട്ടുപുറത്തുകാരനായിരുന്നു മാർട്ടിനും സിനിയും മക്കളും. ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളുമുള്ള നിഷ്കളങ്കമായി ചിരിക്കുന്ന 3 കുട്ടികൾ. എല്ലാവരെയും പ്രകൃതി വിളിച്ചിരിക്കുന്നു. എല്ലാവരും ഒഴുകിപ്പോയിരിക്കുന്നു. അവരുടെ മൃതദേഹമെങ്കിലും കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. ജീവനോടെ തിരിച്ചു കിട്ടുമെന്ന പ്രാർത്ഥനയോടെ ചിലരെങ്കിലും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വലിയൊരു ദുരന്തം അവരെ ഏറ്റെടുത്തിരിക്കും. ഇത്തരത്തിൽ 3 വീടുകൾ ഒലിച്ചു പോയതാ റിപ്പോർട്ടുണ്ട്. ഇപ്പോൾ 12 പേരെ കാണാനില്ല എന്ന് പറയുമ്പോൾ ഈ വീട്ടിൽ തന്നെ 6 പേരെ കാണാതായിരിക്കുന്നു. അതുകൊണ്ട് എത്ര പേരെയൊന്നും വ്യക്തതയൊന്നുമില്ല. ഇതിലധികം പേര് ഒരുപക്ഷെ കാണാനില്ലാത്ത സാഹചര്യം ഉണ്ടാവാം. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇതൊരു വല്ലാത്ത പ്രദേശമാണ്. ഈ പെരുവന്താനവും മുണ്ടക്കയവും കൂട്ടിക്കലും ഇളങ്കാടും ഏന്തയാറും ഒക്കെ ഉൾപ്പെടുന്ന വലിയ പ്രദേശമാണ്. ഈ പ്രദേശമെല്ലാം വെള്ളത്തിലാണ്. KK റോഡ് എന്ന് പറയുന്നത്, അതായത് കോട്ടയത്ത് നിന്നും കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം വഴി കുട്ടിക്കാനത്ത് എന്ന് കുമളിയിലേക്കും കട്ടപ്പനയിലേക്കും തിരിയുന്ന KK റോഡുണ്ട്. അതിൽ ചില നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടന്നു. ഈ വഴി പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുന്നു. മുണ്ടക്കയം ആ ഭാഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരമാണ് മുണ്ടക്കയം നഗരത്തിൻ്റെ ഒരു ഭാഗം മുഴുവൻ ഏതാണ്ട് മൂടിപ്പോയിരിക്കുന്നു. കോസ്വേ അടക്കം എരുമേലിയിലേക്ക് പോകുന്ന കോസ്വേ അടക്കം ആ ഭാഗം മുഴുവൻ മൂടിപ്പോയിരിക്കുന്നു. മുണ്ടക്കയത്ത് വലിയ പാലമുണ്ട്, അത് മൂടിയിട്ടില്ല. പക്ഷേ ഈ പറയുന്ന കൂട്ടിക്കൽ ഭാഗത്തുനിന്ന് വരുന്ന നദികൾ നിറഞ്ഞു കവിഞ്ഞതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത്. മാത്രമല്ല ഈ വെള്ളമെല്ലാം പോകുന്നത്, ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, മണിമലയാറ്റിലേക്കാണ് പോകുന്നത്. മണിമലയാറ് എന്ന് പറയുന്നത് മീനച്ചിലാറ്റിൻ്റെ പരിസരത്തൂടെ പോകുന്നതാണ്. അത് നേരെ പോയി എരുമേലിക്ക് സമീപം കൊരട്ടി വഴി പമ്പയാറിലേക്ക് പോവുകയാണ്. അതായത് കുട്ടനാട്ടിലേക്ക് പോവുകയാണ്. പമ്പയാറിനോട് തൊട്ട് ചേർന്നാണ്
അത് യോജിക്കുന്നത്. നമുക്കറിയാം ചെങ്ങന്നൂരിനപ്പുറെ നമ്മൾ വാഹനം ഓടിച്ചു പോയാൽ നമുക്ക് മണമലയാറും അച്ചൻകോവിലാറും പമ്പയാറും വരട്ടാറും ഒക്കെ കടന്നു പോകുന്നത് നമുക്ക് കാണാം MC റോഡിൽ തന്നെ. അങ്ങനെ ആ ഭാഗത്തേക്ക് വലിയ കുത്തൊഴുക്കായി വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നു. മറുവശത്ത് ഞാൻ ഈ പറഞ്ഞ ഈ കൂട്ടിക്കലിൻ്റെ മറുഭാഗത്തുള്ള അടിവാരമടക്കമുള്ള ഈരാറ്റുപേട്ടയുടെയും പൂഞ്ഞാറിൻ്റെയും അപ്പുറത്തുള്ള മലനിരകളിലെ വലിയ വെള്ളപ്പൊക്കം ഷോൺ ജോർജ് പറഞ്ഞതുപോലെ നേരെ മീനച്ചിലാറ്റിലേക്ക് പോകുന്നു. മീനച്ചിലാറ്റിൽ നദി കരകവിയുമ്പോൾ അത് പാലാ നഗരത്തെയും കോട്ടയം നഗരത്തെയും ബാധിക്കാം. അങ്ങനെ വലിയ തോതിൽ ഈ മീനച്ചിലാറും മണിമലയാറും അടക്കമുള്ള ആടുകൾ മുഴുവൻ ചെറിയ കൈത്തോടുകളെല്ലാം നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുന്നു. ഇത്തരത്തിൽ ആരൊക്കെ മരിച്ചിട്ടുണ്ട് നമുക്കറിയാം. അതിനിടയിൽ നമ്മൾ കേട്ടു തൊടുപുഴയിലെ ഒരു മഹാദുരന്തം, തൊടുപുഴയിലെ കാഞ്ഞാർ എന്ന് പറയുന്നത്, അതായത് മൂലമറ്റത്തിനും മുട്ടത്തിനും ഇടയിലുള്ള സ്ഥലമാണ് ഈ കാഞ്ഞാർ എന്ന് പറയുന്നത്. അവിടെ ഒരു സെൻറ് ജോസഫ് കോളേജ് ഒക്കെ ഉണ്ട്. വലിയ നല്ല വഴിയാണ്. ഈ മറ്റേ മൂലമറ്റം പവർ ഹൗസിൽ നിന്ന് വെള്ളം പോകുന്ന നദിയാണ് കാഞ്ഞാർ നദി എന്ന് പറയുന്നത്. അവിടെയാണ് അനിൽ നെടുമങ്ങാടൊക്കെ മരിച്ചത്. അവിടെയാണ് ആ വഴി, വളരെ നേരെയുള്ള വഴിയാണ്. ആ വഴിയെ മൂന്നുങ്ക വയൽ ഒരു കലിങ്കിലൂടെ കടന്നു പോകുമ്പോൾ വലിയ വെള്ളപ്പാച്ചിൽ വന്ന് ഒരു കാറ് വഴിയിലേക്ക് തള്ളിയിട്ടിട്ട് ഒരു പെൺകുട്ടി മരിച്ചുപോയ പെൺകുട്ടിയുടെ മൃതദേഹം അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അത്തരമൊരു ദുരന്തം. ഇങ്ങനെ നിരവധി ദുരന്തങ്ങൾ ഈ ഭാഗത്തുണ്ടായിരിക്കുന്നു. മലയോര പ്രദേശങ്ങളൊക്കെ വെള്ളത്തിനടിയിലാണ്. എത്രമാത്രം വലുതാകും ഈ ദുരന്തമെന്ന് ഇന്ന് രാത്രിയെ നമുക്ക് വ്യക്തമാവൂ. മഴ അവസാനിച്ചാൽ എല്ലാം അവസാനിക്കും. മഴ ഇന്നുകൂടി തുടർന്നാൽ നാളെ എന്ത് സംഭവിക്കുമെന്ന് നിശ്ചയമൊന്നുമില്ല.